ഹലോ ഡിയേഴ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് നമ്മൾ ഫ്രോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കിയാണ്. പിന്നെ ഷോർട്സിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് ഡബിൾ ക്രോഷേൻ്റെ ബാക്കി 3 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിൽ താഴത്തെ സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷേ പ്ലസ് 2 ചെയിൻ, വീണ്ടും അതിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് ആ ഒരൊറ്റ സ്റ്റിച്ചിൽ ചെയ്യാം. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 ഡബിൾ ക്രോഷേ, അതിൽ തന്നെ 2 ചെയിൻ, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ അതിൽ തന്നെ. ഓക്കെ, അപ്പോൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ 3 ചെയിൻസ് ഇട്ടു. ഇനി ഇതാ തൊട്ടടുത്ത ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷേ ഇടണം. ഇപ്പം ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. നമ്മൾ 2 ചെയിൻ ചെയ്യാം, അതിൽ തന്നെ 2 ചെയിൻസ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടി എത്ര സ്ലോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. അതിനുശേഷം തൊട്ടടുത്തതിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇനി അതൊന്നും ചെയ്യരുത്, അതിൻ്റെ തൊട്ടടുത്തതിൽ അടുത്ത ഡബിൾ ക്രോഷേ ചെയ്യാം. എന്നിട്ട് 2 ചെയിൻ ചെയ്യുക. 1 2, ഇനി എഗെയിൻ യാൺ ഓവർ, ഹുക്ക് ചെയ്യുക, ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഡബിൾ ക്രോഷേൻ്റെ അതുപോലെ സിംഗിൾ ക്രോഷേ, സ്ലിപ്പ് നോട്ട് എല്ലാത്തിൻ്റെയും ഓരോ വീഡിയോ ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഷോർട്സിലും ലോങ് വീഡിയോസിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബാക്കി ഒരു റൗണ്ടില്ലേ, ഈ റൗണ്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് അതൊന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. ഒരു 2 സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ. എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ബെല്ലൈക്കണ് ഓൾ എന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. താങ്ക് യു. പിന്നെ ആർക്കെങ്കിലും ക്രോഷറ്റ് പ്രോഡക്ട്സ് വേണമെങ്കിൽ എന്നെ ഒന്ന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ ID തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.